നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ പുറത്ത്. ഇന്നത്തെ വീഡിയോ തീപിടുത്തത്തിൽ ഈ വേനൽക്കാലത്ത് തീപിടുത്തത്തിൽ നിന്നും എങ്ങനെ മുൻകരുതലെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒന്നാമതായി നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. പരിസരം മീൻസ് ചുറ്റുപാട്, വഴിയരിക്, റോഡരിക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. പ്രധാനമായും വഴിയാത്രക്കാർ അലക്ഷ്യമായി എറിയുന്ന സിഗരറ്റ് കുറ്റിയിൽ നിന്നും മറ്റും തീ പടർന്ന് മറ്റിടങ്ങളിലേക്ക് പടരാനും രാത്രികാലങ്ങളിൽ ഇത് നമ്മൾ അറിയാതെ പോവുകയും കൂടുതലിടങ്ങളിലേക്ക് പടർന്ന് നിയന്ത്രണാതീതമായി മാവുകയും ചെയ്യും. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി റോഡരികിൽ നിന്നും ഒരു 3 മീറ്റർ ഉള്ളിലേക്ക് ചപ്പുചവറുകളെല്ലാം അടിച്ച് വാരി കൂട്ടിയിട്ട് കത്തിച്ച് ആ ഭാഗം വൃത്തിയാക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാൻ കഴിയും. ഇങ്ങനെ കത്തിക്കുന്നതിന് മുമ്പായി ഒരു ബൗണ്ടറി തിരിച്ചു വേണം കത്തിക്കാനായി. മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനാണ് ബൗണ്ടറി തിരിക്കുന്നത്. കൂടാതെ 2-3 ബക്കറ്റ് വെള്ളം കൂടെ കരുതേണ്ടതാണ്. അതുപോലെ ഒരു 2 പേരെങ്കിലും ഇതിനായി തയ്യാറെടുക്കേണ്ടതാണ്. ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ കൂടി മറ്റൊരാൾ അത് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് 2 പേര്. അതുപോലെ വയസ്സായ ആൾക്കാർ ഇതിന് മുതിരരുത്. പെട്ടെന്ന് ക്ഷീണം കുഴഞ്ഞു വീഴുന്ന തരത്തിലുള്ള വയസ്സായിട്ടുള്ള ആൾക്കാർ ഇതിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ബൗണ്ടറിക്ക് അപ്പുറം തീ പടരുകയും നിയന്ത്രണാതീതമായി മാവുകയും ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ 101 വിളിക്കാൻ മടിക്കരുത്. ഫയർഫോഴ്സിൻ്റെ 101 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അവർക്ക് ശരിയായ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ തീപിടുത്തത്തിൽ നിന്നും ഒരു പരിധിവരെ നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതുകൊണ്ട് തീപിടുത്തം ഉണ്ടാവാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പരിധിവരെ നമുക്ക് ഈ വേനൽക്കാലത്തെ തീപിടുത്തത്തിൽ നിന്നും രക്ഷ നേടാൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.